ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിതത്തിലേക്ക് തന്നെ മടങ്ങാം. ഒരിക്കൽ ശ്രീകൃഷ്ണപുത്രന്മാർ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ ഭീമാകാരനായ ഒരു ഓന്ത് കിടക്കുന്നത് കണ്ടു. അവർക്ക് ദയവ് തോന്നി അതിനെ കരയ്ക്ക് കയറ്റിവിടുവാൻ ആവുന്നതും പരിശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അവർ ശ്രീകൃഷ്ണനെ വിവരം അറിയിച്ചു. ഭഗവാൻ അവിടെ എഴുന്നള്ളി അതിനെ തൻ്റെ കൈകൊണ്ട് സ്പർശിച്ചു. ഭഗവത് സ്പർശമാത്രം ഓന്ത് പഴുപ്പിച്ച സ്വർണം പോലെ കാന്തിയോടും വിശിഷ്ട വസ്ത്രാഭരണങ്ങളോടും കൂടിയ ഒരു ദേവനായി രൂപാന്തരപ്പെട്ടു. ഭഗവാൻ എല്ലാം അറിയുന്നവനാണെങ്കിലും ലോകത്തിനെ പഠിപ്പിക്കുവാനായി ചോദിച്ചു, ഹേ മഹാഭാഗ, അങ്ങ് ആരാകുന്നു? അങ്ങ് നിശ്ചയമായും ഒരു ദൈവശ്രേഷ്ഠൻ ആണെന്ന് തോന്നുന്നു. നികൃഷ്ടമായ ഈ രൂപം അങ്ങേക്ക് വരുവാൻ കാരണമെന്തെന്ന് ഞങ്ങളെ അറിയിക്കുവാൻ വിരോധമില്ലെങ്കിൽ പറഞ്ഞാലും. അവൻ ശ്രീമാധവനെ നമസ്കരിച്ച ശേഷം പറഞ്ഞു, പ്രഭോ, ഞാൻ ഇക്ഷ്വാകുപുത്രനായ നൃഗൻ എന്ന രാജാവായിരുന്നു. മഹാദാനശീലരുടെ കഥാപ്രസ്താവത്തിനിടയിൽ എൻ്റെ പേരും നിശ്ചയമായും കേട്ടിരിക്കാൻ ഇടയുണ്ട്. സർവഭൂതങ്ങളുടെയും അന്തസാക്ഷിയായ നിന്തിരുവഴി അറിയാത്തതായി എന്തുണ്ട്? എങ്കിലും ആജ്ഞാപിച്ചതുകൊണ്ട് പറയാം. ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, മഴയിൽ എത്ര തുള്ളികളുണ്ടോ അത്രയും പശുക്കളെ ഞാൻ ദാനം ചെയ്തു. ആ പശുക്കളെല്ലാം ധാരാളമായി പാൽ കറക്കുന്നവയും പ്രായം കുറഞ്ഞവയും അഴകുള്ളവയും ലക്ഷണമൊത്തവയും ഞാൻ ന്യായമായി സമ്പാദിച്ചതും ആയിരുന്നു. അവയുടെ കൊമ്പുകളിൽ സ്വർണവും കുളമ്പുകളിൽ വെള്ളിയും കെട്ടി വിശേഷ വസ്ത്രാഭരണങ്ങൾ അണിയിച്ച് പശുക്കുട്ടികളോടൊപ്പമായിരുന്നു ദാനം ചെയ്തത്. ദാനം വാങ്ങിയ വിപ്രന്മാർ വിഷയവിരക്തരും യദൃശ്ചാലാഭസന്തുഷ്ടരും ശാന്തരും പുത്രധാരാദികളോടുകൂടി ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ധർമ്മം, തപസ്, സമത്വം, ക്ഷമ, യാഗം അങ്ങനെയുള്ള 12 വ്രതങ്ങളിലും നിഷ്ഠയുള്ളവരും വേദാധ്യയനത്തിലും അധ്യാപനത്തിലും നിപുണരും യുവാക്കളുമായ സാധുക്കളായിരുന്നു. ഇപ്രകാരമുള്ള ഗോദാനം കൂടാതെ ഭൂമി, സ്വർണം, ഗൃഹം, ആന, കുതിര, കന്യക, വസ്ത്രങ്ങൾ, രത്നം, മറ്റുപകരണങ്ങൾ, രഥങ്ങൾ മുതലായവയും ധാരാളമായി ദാനം ചെയ്തു. യജ്ഞങ്ങൾ ചെയ്ത് ദേവന്മാരെയും സന്തോഷിപ്പിച്ചു. അനേകായിരം വർഷങ്ങൾ ഓന്തായി കിടന്നിട്ടും നൃഗന്റെ ദാനാഹങ്കാരം എത്ര ശക്തമായിരുന്നു എന്ന് കണ്ടുകൊള്ളണം. അഹങ്കാരമായിരുന്നു നൃഗന്റെ അധപ്പതനത്തിന് കാരണം. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്ത പശു ഞാൻ അറിയാതെ എങ്ങനെയോ എൻ്റെ പശുക്കൂട്ടത്തിൽ വന്നുകൂടി. അതിനെ ഞാൻ വീണ്ടും മറ്റൊരു ദ്വിജന് ദാനം ചെയ്തു. രണ്ടാമൻ പശുവിനെ കൊണ്ടുപോകുമ്പോൾ ഒന്നാമൻ കണ്ടു. ഉടമസ്ഥതയെപ്പറ്റി വാക്കുതർക്കം ആയി. ഒടുവിൽ പശുവിനെയും കൊണ്ട് 2 പേരും എന്നെ സമീപിച്ചു. ഞാൻ ദത്താപഹാരിയാണെന്ന് കുറ്റപ്പെടുത്തി. എനിക്ക് പരിഭ്രമമായി. ധർമ്മസങ്കടത്തിൽപ്പെട്ട അവരോട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പശുവിനെ ദയവായി വിട്ടുകൊടുക്കുകയും പകരം ഞാൻ 1,00,000 പശുക്കളെ തരാം. അറിവില്ലാതെ സംഭവിച്ച അബദ്ധം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കുവിൻ, അല്ലെങ്കിൽ ഞാൻ ഘോര നരകത്തിൽ പതിക്കേണ്ടി വരും. അതിനിടയാകാതെ രക്ഷിക്കുവിൻ എന്ന് കേണപേക്ഷിച്ചു. പക്ഷേ അവർ ചെവി കൊണ്ടില്ല. എനിക്ക് എൻ്റെ പശു അല്ലാതെ വേറൊന്നും വേണ്ട എന്ന് ഒന്നാമനും മറ്റൊരുവന് ദാനം ചെയ്തത് എനിക്ക് വേണ്ട എന്ന് രണ്ടാമനും പറഞ്ഞിട്ട് പശുവിനെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ എൻ്റെ ആയുസ്സും അവസാനിച്ച് യമസന്നിധിയിലേക്ക് നയിക്കപ്പെട്ടു. ധർമ്മരാജൻ പറഞ്ഞു, ദാനധർമാദികളാൽ അങ്ങ് സമ്പാദിച്ച പുണ്യത്തിൻ്റെയും തൽഫലമായി സ്വർഗനിവാസത്തിൻ്റെയും അവധി നിർണയാതീതമാണ്. എന്നാൽ അതിനിടയിൽ ഒരു ചെറിയ അശുഭമുണ്ട്. അങ്ങേക്ക് ആദ്യം വേണ്ടത് അശുഭമോ ശുഭമോ എന്ന് ചോദിച്ചു. ആദ്യം അശുഭം തന്നെയായി കൊള്ളട്ടെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ഉടൻ ഞാൻ ഓന്തായി രൂപാന്തരപ്പെട്ട് ഈ കിണറ്റിൽ പതിച്ചു. സഹസ്ര വത്സരങ്ങൾക്ക് ശേഷം ദേവദേവനായ ശ്രീ മാധവൻ സ്പർശിക്കുമെന്നും അന്ന് അശുഭം നീങ്ങി പിന്നീട് സ്വർഗത്തിൽ സുഖിക്കാമെന്നും ധർമ്മരാജൻ അരുളി ചെയ്തു. ഹേ കേശവ, ബ്രാഹ്മണ്യനും മഹാദാനശീലനും അവിടുത്തെ ദാസനുമായ എൻ്റെ പൂർവജന്മ സ്മൃതി നശിക്കാതെ അവിടുത്തെ ദർശനം കാത്തിരിക്കുകയായിരുന്നു. അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യം. എനിക്ക് ദേവലോകത്തേക്ക് പോകുവാൻ അനുവാദം നൽകണമേ. ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭഗവത് അനുജ്ഞയോടുകൂടി നൃഗൻ വിമാനത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോയി. കരുഷാധിപതിയായ പൗണ്ഡ്രകൻ താനാണ് യഥാർത്ഥ വാസുദേവൻ എന്നൊരു തോന്നൽ ഉണ്ടായി. കുറെ സ്തുതിപാഠകന്മാർ ആ മൂഢനെ സ്തുതിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു.
കുട്ടികൾ വേഷം കെട്ടി കളിക്കുന്നത് പോലെ രണ്ടു കൈകളെയും കൂടി വെച്ചുകെട്ടി ചതുർബാഹുവായി ശംഖചക്രാദികളെയും ധരിച്ച് മാറിൽ തീപൊള്ളലുണ്ടാക്കി ശ്രീവത്സമെന്നും സങ്കല്പിച്ചു. അതോടെ നിൽക്കാതെ ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ച് ലോകത്തിനായി അവതരിച്ച വാസുദേവൻ ഞാനാണ്. നീ വെച്ചുകൊണ്ടിരിക്കുന്ന കള്ളപ്പേരും വിഷ്ണു ചിഹ്നങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിനായി തയ്യാറായി കൊള്ളുക എന്ന് നിറഞ്ഞ രാജ്യസഭയിൽ അറിയിച്ചു. അത് കേട്ട് അവിടെ കൂടിയവരെല്ലാം ചിരിച്ചു. ശേഷം ദൂതനോട് നിന്നെ താമസിയാതെ കണ്ടുകൊള്ളാം എന്ന് മറുപടി പറഞ്ഞയച്ചിട്ട് രഥാരൂഢനായി ചെന്നു. പൗണ്ഡ്രകനും അവന്റെ സഹായിയായ കാശി രാജാവും മഹാസൈന്യത്തോടുകൂടി ഭഗവാനോട് ഏറ്റു. അവന്റെ 4 കൈകളും ശംഖചക്രാദികളും ശ്രീവത്സവും വനമാലയും മകരകുണ്ഡലങ്ങളും പീതാംബരവും ഗരുഡധ്വജവും മറ്റും കണ്ട് ഭഗവാൻ ചിരിച്ചുപോയി. ശേഷം പറഞ്ഞു, നിന്റെ കൽപ്പന പ്രകാരം എൻ്റെ ചിഹ്നങ്ങളും ആയുധങ്ങളും എല്ലാം അടിയറ വെച്ചുകൊള്ളാം. ആദ്യമായി ഇതാ ചക്രായുധം എന്ന് പറഞ്ഞ് തൃച്ചക്രത്തെ അയച്ചു. അത് അവൻ്റെ തല മുറിച്ചിട്ടു. തുടർന്ന് കാശി രാജാവിൻ്റെ ശിരസ് അസ്ത്രത്താൽ ഖണ്ഡിച്ച് കാശി രാജ്യത്തിൽ വീഴ്ത്തി. പൗണ്ഡ്രകൻ മത്സരം കൊണ്ടാണെങ്കിലും ഭഗവാനെ പോലെ വേഷം കെട്ടി താൻ ഭഗവാൻ തന്നെ എന്ന് നിരന്തരം ധ്യാനിച്ചു. ഭഗവാന് അത്രയേ വേണ്ടു. ഏത് രൂപത്തിൽ എങ്കിലും തന്തിരുവടിയിൽ മനസ്സ് ദൃഢമായി ഉറച്ചാൽ കരുണാമയൻ തന്നോട് ചേർത്തുകൊള്ളും. പൗണ്ഡ്രകൻ ഭഗവത് സാരൂപ്യം പ്രാപിച്ച് സംസാരമുക്തനായി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.